Ramanuja Institute of Accounting. Your perfect career craftsman. Hi all, you are welcome to a new video of Ramanuja Institute of Accounting. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ് ആണ്. സ്റ്റേറ്റ് സിലബസ് +1 എക്സാം എടുക്കാറായി. അപ്പോൾ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് ലെസൺ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെസൺ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട നോട്ട്സ് ആണ് നോക്കുന്നത്. അപ്പൊ എന്താണ് അക്കൗണ്ടിംഗ്? അക്കൗണ്ടിംഗ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിംഗ് കെയിം ഇൻ ടു പ്രാക്ടീസ് ആസ് എ ഹെൽപ്പ് ടു ഹ്യൂമൻ മെമ്മറി ബൈ മെയിൻറ്റെയിനിങ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമ്മൾ പ്രോപ്പറായി ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അതിലൂടെ നമുക്ക് റിസൾട്ട് ലഭിക്കുക. അക്കൗണ്ടിംഗ് ഹാസ് റൈറ്റ്ലി ടേംഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിംഗ്. അപ്പോൾ അവിടെ അക്കൗണ്ടിങ്ങിന്റെ ഫാദർ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിംഗ്? ലൂക്ക പാസിയോളി, എൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. അപ്പോൾ ലൂക്ക പാസിയോളി ആണ് ഫാദർ ഓഫ് അക്കൗണ്ടിംഗ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ്: ഇൻ സിമ്പിൾ ടേം, അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് thereof to the persons interested in such information. അപ്പോൾ സിമ്പിളായി നമുക്ക് എങ്ങനെ പറയാം? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടെ റെക്കോർഡ് മാത്രമല്ല ചെയ്യുന്നത്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് thereof to the persons interested in such information. അപ്പോൾ അതിന് മെയിനായിട്ടൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. According to American Institute of Certified Public Accountants AICPA, അതിന്റെ എക്സ്പാൻഷൻ ആണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക. അപ്പൊ എന്താണ് ഡെഫിനിഷൻ? അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് and events which are in part at least of a financial character and interpreting the result thereof. അപ്പോൾ ഒരു 10-15 തവണ വായിക്കുക. അപ്പോൾ എന്താണ് അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ? അക്കൗണ്ട് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനെ ബേസ് ചെയ്ത് അതിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ എലമെന്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സം റെലവൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ എബവ് ഡെഫിനിഷൻ. മുകളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ വരുന്ന കുറച്ച് ഘടകങ്ങൾ. അതിലൊന്ന് ഇക്കണോമിക് ഇവൻറ്റ്സ്. അപ്പോൾ എന്താണ് ഇക്കണോമിക് ഇവൻറ്റ്സ്? It means the business transactions. It may be external or internal. അപ്പോൾ അതെന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അത് എക്സ്റ്റേണൽ ആവാം അല്ലെങ്കിൽ ഇന്റേണൽ ആവാം. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ്? ട്രാൻസ്ഫർ ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more entities. വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. Transfer of something of value between 2 or more entities called external events. Example എന്ത് പറയാം? Purchase of goods from a supplier, payment of salary to employees, sold goods to customer, etc. Next, internal event. It is an economic event take place within the organization. അപ്പോൾ one word question ഓർക്കാം. An event take place within the organization is called dash. എന്താണ്? internal event. external event എന്താണ്? transfer of something of value between 2 or more entities. internal event take place within the organization. example എന്ത് പറയാം? issue of raw materials from stores to production department,
supply of stationery item to the office, return of raw material from production department to store, etc. ഇനി സെക്കൻഡ് ആസ്പെക്ട്സ് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതില് ഐഡന്റിഫിക്കേഷൻ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഇറ്റ് ഇൻവോൾവ്സ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇവന്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. അപ്പൊ എന്താണ് ഐഡന്റിഫിക്കേഷൻ? ഇവന്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. It implies observing and selecting the events that may be recorded. Next, measurement. Transactions that can be measured in terms of money are only recorded. അപ്പോൾ എന്താണ്? Transactions that can be measured in terms of money are only recorded. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് അസെറ്റ്സ്, സോൾഡ് ഗുഡ്സ്, ഇതൊക്കെയാണ്. നെക്സ്റ്റ്, റെക്കോർഡിംഗ്. After identification and measurement of economic events, they are recorded in a chronological order. Next, communication. After the above three stages, that is identification, measurement and recording, the accounting information has to be communicated in a proper form to the management or other users in the form of reports like പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, എക്സെട്ര. അപ്പോൾ സെക്കൻഡ് ആസ്പെക്ട്സിൽ വരുന്നതാണ് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് തേർഡ് ആസ്പെക്ട്സ് ഓർഗനൈസേഷൻ. ഇറ്റ് മീൻസ് എൻ എൻറ്റിറ്റി ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് ഐദർ ഫോർ പ്രോഫിറ്റ് ഓർ ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ? ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി that stands for performing business activities either for profit or for not for profit. It can be a sole proprietorship, partnership, cooperative society, company, municipal corporation or any other association of persons. Next, fourth aspects, interested users of accounting information. Many users need financial information for decision making purpose. These users can be divided into two categories. അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് യൂസേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ്, മറ്റൊന്ന് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡന്റ്, ബിസിനസ് യൂണിറ്റ് മാനേജേഴ്സ്, പ്ലാൻ മാനേജേഴ്സ്, സ്റ്റോർ മാനേജേഴ്സ്, എക്സെട്ര. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? Investors or shareholders, creditors, banks or other financial institutions, debenture holders and other lenders, then tax authorities, regulatory agencies, etc. അപ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന ആസ്പെക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇക്കണോമിക് ഇവന്റ്സ്, ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതിൽ തന്നെ യൂസേഴ്സ് എന്തൊക്കെയാണ്? ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഫേം അവിടെ വരുന്ന യൂസേഴ്സ് ആണല്ലേ. അപ്പോൾ അവിടെ വരുന്ന ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസർ, മാനേജർ, വൈസ് പ്രസിഡന്റ്, എക്സെട്ര. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ യൂസേഴ്സിന് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനിയുടെ ഇൻഫർമേഷൻ അറിയുന്നത്? അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അറിയണം അല്ലേ, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത്. അതുപോലെ ബാങ്ക്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അറിയണം. ഇപ്പോൾ ആ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ലോണൊക്കെ നൽകുകയാണെങ്കിൽ അത് തിരിച്ചു നൽകാനുള്ള അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു ഫേമിന് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ ഫേമിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അവരാരൊക്കെ ആവാം? ബാങ്ക് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതുപോലെ ടാക്സ് അതോറിറ്റീസ്, എക്സെട്ര. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡിസിപ്ലിൻ എന്ന് പറയാം. അപ്പോൾ അവ എന്തൊക്കെയാണ്? ഒന്ന്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ്. ദാറ്റ് മീൻസ് സക്സസ് ഓർ ഫെയിലർ. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? success or failure, and to provide information about the financial position, that means soundness or weakness of the business. It is related to the past period and it is expressed in monetary terms.
അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സക്സസ് ഓർ ഫെയിലിയർ ആൻഡ് ടു provide information about the soundness or weakness of the business. അപ്പോൾ ഓർക്ക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ, സക്സസ് ഓർ ഫെയിലിയർ, then provide information about the financial position, that is soundness or weakness of the business. അപ്പോൾ അതിനു വേണ്ടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. Next, management accounting. It is concerned with accounting information that is useful to management for decision making. അപ്പോൾ അത് ശ്രദ്ധിക്കുക. Management accounting is concerned with the accounting information that is useful to management for decision making. Next, cost accounting. It is the process of accounting for cost by which costs of products or services are ascertained and controlled. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. Costs of products or services are ascertained and controlled. Next, qualitative characteristics of accounting information. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. In order to ensure the objectivity in reporting and validity in the system, accounting information must possess certain qualitative characteristics. അതിൽ വരുന്നതാണ് റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. ഓർക്ക, റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. അപ്പം എന്താ റിലയബിലിറ്റി? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി റിലയബിൾ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ബയാസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ്സ് ദ ഫാക്ട്സ്. റിലയബിലിറ്റി എന്ന് പറയാൻ എന്താ കാരണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി റിലയബിൾ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ബയാസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ്സ് ദ ഫാക്ട്സ്. റെലവൻസ്. The information to be relevant, it must be available in time. Next, understandability, which means decision making must interpret accounting information in the same sense as it is prepared and conveyed to them. It must be understood by those to whom it is communicated. Next, comparability. It means that the accounting reports should be comparable with other firms to identify similarities or differences. To achieve this, the period, the format, unit of measurement, etc. should be the same. Qualitative characteristics of accounting information, അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ ഉണ്ട്, അതൊന്ന് നോക്കി മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? എന്തൊക്കെ പറയാം? To maintain business records, calculation of profit or loss, ascertainment of financial position, providing information to users. ഇതാണ് objectives of accounting. അപ്പോൾ ഒന്ന് പഠിക്കുക. To maintain business records, calculation of profit or loss, ascertainment of financial position, provide information to users. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. To maintain business records. Accounting is used for the maintenance of a systematic record of all financial transactions in book of accounts. Business managers cannot remember every transactions or event that has taken place in their business. Hence, it is to be recorded, which will be helpful in taking decision and to find out errors, if any, in future. Next, calculation of profit or loss. Accounting helps in ascertaining profit or loss to the enterprise by preparing a profit or loss account. Next, ascertainment of financial position. Accounting also aims at ascertaining the financial position of the business concerned in the form of its assets and liabilities at the end of every accounting period. It implied the financial strength of the business in terms of assets and liabilities, and it is revealed by preparing a balance sheet.
നെക്സ്റ്റ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അപ്പോൾ നമ്മൾ യൂസേഴ്സ് പഠിച്ചോ, ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെന്ന് അറിയാം. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഫ്രം റെക്കോർഡ്സ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ലൈക്ക് ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ് എക്സെട്ര. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം. ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അസർടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അപ്പോൾ അത് നിങ്ങൾ പോയിന്റ്സ് കൃത്യമായി പഠിക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഒബ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ പറയാം. ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അസർടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ റോളാണ് accounting as an information system collects and communicates economic information about an enterprise to a wide variety of interested parties. However, accounting information relates to the past transactions and is quantitative and financial in nature. It does not provide qualitative and non-financial information. These limitations of accounting must be kept in view while making use of the accounting information. നെക്സ്റ്റ് വരുന്നത് ബേസിക് ടേംസ് ആണ്. അപ്പോൾ ബേസിക് ടേംസ് അതിൻ്റെ മീനിങ് അറിയുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ബേസിക് ടേംസിൽ നിന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻറ്റിറ്റി. എന്താണ് എൻറ്റിറ്റി? It means a reality that has a definite individual existence. Business entity means a specifically identifiable business enterprise like Super Bazaar, ITC Limited, etc. An accounting system is always devised for a specific business entity, also called accounting entity. Next, transactions. The dealing of a businessman with an external party which can be expressed in monetary term is called business transactions. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. In other words, all economic events in a business organization is known as a transaction. All economic events in a business organization is known as dash. അപ്പോൾ എന്ത് പറയാം? Transactions. Next, assets. Assets are things or properties used and owned by the business. These are economic resources of the business. Assets are mainly classified into two, fixed asset and current asset. അപ്പോൾ എന്താണ് ഫിക്സഡ് അസറ്റ്? These assets are used for a long-term purpose. Example, machinery, furniture, land, പ്ലാന്റ് എക്സെട്ര. അസറ്റ്സിൻ്റെ മറ്റൊരു ഡിവിഷനാണ് കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കോൾഡ് കറണ്ട് അസറ്റ്സ്. എക്സാമ്പിൾ ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, ബിൽസ് റിസീവബിൾ എക്സെട്ര. നെക്സ്റ്റ് വരുന്ന ബേസിക് ടേം ആണ് ലയബിലിറ്റി. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് വിച്ച് ആൻ എന്റർപ്രൈസ് ഓവ്സ്. Liabilities are classified as current liability and long term liability. Current liability or short term liability അതുകൊണ്ട് മെയിൻ ചെയ്യുന്നത് these are the obligations that are repayable within a short period. എക്സാമ്പിൾ ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ ഒരു ഷോർട്ട് പീരിയഡിൽ റീപേ ചെയ്യേണ്ടുന്ന ലയബിലിറ്റി, അതാണ് കറണ്ട് ലയബിലിറ്റി. നെക്സ്റ്റ് ലോങ് ടേം ലയബിലിറ്റി. ലയബിലിറ്റീസ് ദാറ്റ് ആർ റീപേയബിൾ ആഫ്റ്റർ എ ലോങ് പീരിയഡ് ആർ ടേംഡ് ആസ് ലോങ് ടേം ലയബിലിറ്റി. എക്സാമ്പിൾ ലോങ് ടേം ലോൺ, ഡിബെഞ്ചർ എക്സെട്ര. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് നോൺ കറണ്ട് ഐറ്റം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം? കറണ്ട് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. കറണ്ട് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് ആർ റിയലൈസ്ഡ് ഓർ സെറ്റിൽഡ് വിതിൻ 12 months. ഒരു പീരിയഡിനുള്ളിൽ സെറ്റിൽ ചെയ്യണം. കറണ്ട് ഐറ്റംസ് ആർ പ്രൈമർലി ഫോർ ട്രേഡിംഗ്. കറണ്ട് ഐറ്റംസ് ആർ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലന്റ്. നെക്സ്റ്റ് ബേസിക് ടേം ആണ് ക്യാപിറ്റൽ. ദ മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്.
money or money's worth invested by the owner in the business is called dash. അപ്പം എന്ത് പറയാം? Capital. It is also called owner's equity. എന്ന് വെച്ചാൽ investment made by the owner for use in the business. നെക്സ്റ്റ് വരുന്ന ടേമാണ് സെയിൽസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. നമുക്ക് എങ്ങനെ പറയാം? സെല്ലിംഗ് ഓഫ് ഗുഡ്സ് is called sales. Next, revenue or income. It represents the amount a business earned through the sale of its products or providing service to customer. It also includes earnings like interest received, dividend received, rent received, discount received, commission received, etc. Next, expenses. It represents the amount spent to earn revenue. Example, rent paid, wages paid, salary, etc. Next, use ചെയ്യുന്ന ടേമാണ് expenditure. Spending money or incurring a liability for some benefit, service or property received is called expenditure. Example, purchase of goods, purchase of asset, etc. Next, profit. It is the excess of revenue over expenses in an accounting year and represents increase in capital. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക ഇതിൽ നിന്ന്. നെക്സ്റ്റ്, ഗെയിൻ. എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ് സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, വിന്നിങ് എ കോർട്ട് കേസ്, എക്സെട്ര. നെക്സ്റ്റ്, ലോസ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ ആൻഡ് റെപ്രസെൻറ്റ്സ് റിഡക്ഷൻ ഇൻ ഓണേഴ്സ് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. Next, വരുന്ന ടേമാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് is the deduction in the price of the goods sold. It may be of two types, trade discount and cash discount. ഇപ്പോൾ ഡിസ്കൗണ്ട് രണ്ട് ടൈപ്പിലുണ്ട്. നമ്മളെ മുൻ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് is the deduction of price at the time of selling of goods. Cash discount means the deduction in the amount payable by the debtor within a stipulated period. Next, voucher. The documentary evidence in support of a transaction is known as voucher. For example, if we buy goods for cash, we get cash memo. If we buy some credit, we get an invoice. When we make a payment, we get a receipt. Next, goods. Products, articles or commodities in which a trader deals is called goods. Next, drawings. For one word question ശ്രദ്ധിക്കുക. Drawings is the value of cash or goods withdrawn by the proprietor from the business for his personal use, domestic use, private use. അപ്പോൾ ഓർക്കാം, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ബിസിനസ്മാൻ ക്യാഷ് അങ്ങനെ ഗുഡ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഡ്രോയിങ്സ്. കൂടെ ചോദിക്കുന്നതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ. Next, purchase. Purchase means buying of goods. It is an expense incurred for procurement of goods in a business. It includes both cash purchase and credit purchase. Next, stock. It represents the unsold goods at the end of the accounting year. It includes unsold goods. That means the amount of goods remaining unsold on a particular date is called stock. Stock is also called inventory. Inventory at the end of the accounting year is called closing stock. At the beginning of the accounting year is called opening stock. Next, debtors. Debtors or accounts receivable or trade receivable എന്നൊക്കെ പറയാം. For who is a debtor? A debtor is a person who owes money to the business. Next, creditor. Creditor or accounts payable or trade payable എന്നൊക്കെ പറയാം. അപ്പോൾ a creditor is a person to whom the business owes money. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ടേംസ്. അപ്പോൾ ഈ ബേസിക് ടേംസിൽ നിന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ലെസൺ തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ, തിയറി മാത്രമേ ഇതിലുള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അക്കൗണ്ടൻസി എക്സാമുമായി ബന്ധപ്പെട്ട ആദ്യ ലെസന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. സെക്കൻഡ് ലെസണുമായി ഉടനെ കാണാം. താങ്ക് യു.